സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിന്റെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നതായി കാണിക്കുന്നുണ്ട്. അവളെ ഒരു മാളികയിൽ ബന്ധിച്ചിരിപ്പിക്കുകയാണ്. ഹീറോയിൻ ആവട്ടെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവളുടെ കൈകൾ റോസാ ചെടികൾ കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. കറുത്ത വള്ളികളാൽ നിറഞ്ഞിരുന്നു. അടുത്ത് ഒരു കാക്കയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോയിന്റെ അടുത്തേക്ക് ഒരു യുവാവ് നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് തന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ അപേക്ഷിക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കണമെന്നോ? ഞാൻ തന്നെ നിന്നെ രക്ഷിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ കടത്തിക്കൊണ്ടു വന്നത് അവൻ തന്നെയാണെന്ന്. ഈ സമയത്ത് അവനാവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ശരിക്കും അവളെ കിസ് ചെയ്തതായിരുന്നില്ല, അവളുടെ ചുണ്ട് കടിച്ചു മുറുക്കുകയായിരുന്നു. ശരിക്കും അവൻ മനഃപൂർവ്വം അവളുടെ ചുണ്ടിൽ കടിച്ച് രക്തം വരുത്തുകയായിരുന്നു. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, നിന്റെ രക്തം വളരെ സ്വീറ്റ് ആയിരിക്കുന്നു, നിനക്ക് ഇവിടുന്ന് എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് കടിക്കുന്നുണ്ട്. അവള് ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയായിരുന്നു. അവള് അമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട്. പക്ഷെ അവരതൊന്നും ഗവനിക്കാതെ നേരെ നമ്മുടെ ഹീറോയുടെ ബംഗ്ലാവിലേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തിയാൽ മാത്രമേ അവളുടെ സഹോദരനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഷൻ ഫാമിലിയിലേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് പെൺകുട്ടികൾ മുട്ടുകുത്തി ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ ബ്ലഡ് സാമ്പിളൊക്കെ എടുത്ത് അവിടുത്തെ വീട്ടുടമസ്ഥ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ പെൺകുട്ടികളും ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലിക്കാരിയായി അപേക്ഷിക്കാനായി വന്നിരിക്കുക. ഇവരാണ് ഈ വീടിന്റെ ഉടമസ്ഥ, ഹീറോയുടെ മുത്തശ്ശി. അവരുടെ മക്കളെല്ലാം ഇതിനോടകം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഹീറോ മാത്രമാണ്, അതായത് അവരുടെ ചെറുമകൻ. അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോലിക്കാരിയെ നോക്കുന്നത്. ഈ സമയത്ത് ഹീറോയും കേൾക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന രണ്ട് സ്ത്രീകൾ പറയുന്നത്, അതായത് അവരുടെ ചെറുമകന് ശരീരത്തിന് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ രക്തമൊക്കെ ചെക്ക് ചെയ്തിട്ട് പെൺകുട്ടികളെ ജോലിക്കായി എടുക്കുന്നതെന്ന്. ഇത് കേട്ടിട്ടും ഹീറോയിന് വളരെ പേടി തോന്നുന്നുണ്ടെങ്കിലും അവൾ ശാന്തമായി തന്നെ ഇരിക്കുന്നു. അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും വിട്ടിട്ട് ഹീറോയിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അന്നടഞ്ഞ് തന്നെ ഹീറോയിന്റെ കൈയും കുത്തി നോക്കുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അവിടെയുള്ളവരുടെ എല്ലാം കണ്ണ് റെഡ് കളറിലാവുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവരുടെ കണ്ണുകളിൽ വരുന്നുള്ള മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. അവളെ അവരെല്ലാം കൂടി ഹീറോയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം അവളുടെ അമ്മ അവരടുത്ത് വന്ന് പറയുന്നുണ്ട്, പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയുമായി ഒരു കോപ്പറേഷൻ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, താഴെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉടനെ തന്നെ ചെയ്യും, പെൺകുട്ടിയെ ഇവിടെ വിട്ടിട്ട് പൊക്കോളാൻ പറയുന്നു. ഹീറോ ആവട്ടെ ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഹീറോയിൻ അവനൊരു വൈൻ ഗ്ലാസുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനെ കാണുമ്പോൾ അവന്റെ കണ്ണിൽ ചുവന്ന നിറത്തിലുള്ള ഒരു പ്രകാശം ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന് സ്വപ്നത്തിൽ കണ്ട യുവാവ് തന്നെയാണല്ലോ അതെന്ന് മനസ്സിലാവുന്നുണ്ട്. പേടിച്ച് അവൾ വൈൻ ഗ്ലാസ് ഒക്കെ താഴെ ഇടുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതിനപ്പുറത്തേക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ അവളുടെ രക്തം മുഴുവൻ ഉറിഞ്ചി കുടിക്കുമെന്ന് പറയുന്നു. അവളാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ച് ഉള്ള ശക്തിയൊക്കെ എടുത്ത് അയാളെ തള്ളുന്നുണ്ട്. ഈ സമയത്ത് അവനാവട്ടെ കുറേയധികം പൂവിതളുകളായി മാറി 5ാമത്തെ നിലയിൽ നിന്ന് നേരെ താഴേക്ക് ടെലിപ്പോർട്ട് ചെയ്തെത്തുന്നു. ഹീറോയിൻ ഇതൊക്കെ കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. ഒരു പോറല് പോലും ഏൽക്കാതെ 5ാമത്തെ നിലയിൽ നിന്ന് എങ്ങനെയാണ് അയാൾ താഴേക്ക് എത്തിയതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഈ സമയത്ത് ഹീറോയിൻ പേടിയോടെ തന്നെ ആലോചിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തോ ഒരു വിചിത്രമായ അസുഖമുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ, അതുകൊണ്ടാണോ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് പെൺകുട്ടികളെ എടുക്കുന്നേ എന്ന് അവൾ ആലോചിക്കുന്നു. പക്ഷേ ഇയാൾ ശരിക്കും ഒരു മനുഷ്യനാണോ? ഇങ്ങനെ ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് അസുഖം മൂർച്ഛിച്ച് അയാൾ താഴേക്ക് വീഴുന്നുണ്ട്. അവൻ താഴെ വീഴുന്ന കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ നേരെ ഓടി അവന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവളുടെ കൈ മുറിയുന്നുണ്ട്. ആ രക്തത്തിന് ദഹിക്കുന്ന പോലെ അവൻ വാ തുറന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പെൺകുട്ടികളെ ജോലിക്കായി എടുക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഷൻ ഫാമിലിക്ക് ബ്ലഡിനോട് ആസക്തി ഉണ്ടെന്നും അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവൾ എന്തായാലും ആ കയ്യിലെ ബ്ലഡ് അവന്റെ വായിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ ബ്ലഡ് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്റെ ഹെൽത്ത് കുറെ അധികം ഓക്കെ ആവുന്നുണ്ട്. അവൻ എഴുന്നേറ്റ ഉടനെ ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നോട് പറഞ്ഞത് എനിക്ക് ബ്ലഡ് തരണമെന്നുള്ള കാര്യം? എന്ത് പറയണമെന്നറിയാതെ ഹീറോയിൻ ഒന്ന് പരിഭ്രാന്തിയിലാവുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു പച്ച കളറിലെ പ്രകാശം കയറിപ്പോകുന്നതായി കണ്ട് അവൾ വല്ലാതെ പേടിക്കുന്നു. ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താ നീ നോക്കുന്നത്? ഇത് കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഇത് അവരുടെ കുടുംബത്തിന്റെ ഒരു ശാപമാണ്. ആ പ്രകാശം തന്റെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ താൻ മരണപ്പെടുമെന്ന് അവൻ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, തന്റെ രക്തം കൊണ്ട് ഇത് ഭേദമാക്കാൻ സാധിക്കുമെങ്കിൽ അത് എടുത്തോ എന്ന് പറഞ്ഞ് അവൾ കൈ നീട്ടുന്നു. ഞാനൊരു മോൺസ്റ്റർ ഒന്നുമല്ല നിന്റെ രക്തം കുടിക്കാൻ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ അവൾ അതൊന്നും കേൾക്കാതെ വീണ്ടും തന്റെ രക്തം എടുത്തോ എന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. നീ എന്താ കാശിന് വേണ്ടിയിട്ട് ബ്ലഡ് പോലും സെല്ല് ചെയ്യാണോ? മരിക്കുമെന്നുള്ള പേടിയൊന്നും നിനക്കില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോ എന്ന് തന്നെ ഹീറോ ദേഷ്യത്തോടെ ഷട്ടിയും പിടിക്കുന്നു.
അവൾ പറയുന്നത് കേൾക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ മുറിയിലേക്ക് കയറി പോകുന്നു. എന്നാൽ അവള് തിരികെ പോവാതെ അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കയ്യിലുള്ള മുറിവ് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. അവനാവട്ടെ ഒരു തുണി എടുത്ത് അവളുടെ കയ്യിലെ മുറിവ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. അവൻ കരുതിയത് പോലെ ഒരു മോശക്കാരനല്ല അയാളെന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നു. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അടുത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ സ്മെൽ അടിക്കുന്ന എന്താണെന്ന്. അപ്പോൾ അവളും സംശയത്തോട് ചോദിക്കുന്ന, സ്മെൽ ഞാൻ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്കൊരു സ്മെല്ലും തോന്നുന്നില്ലല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എന്തോ ഒരു തരം ഗന്ധം നിന്നിൽ നിന്ന് മണക്കുന്നുണ്ട്, അതെന്നെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ എവിടുന്ന് പുറത്തു പോകാൻ അവൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല. ഉടനടി തന്നെ അവൻ അവളെ പിടിച്ച് കടിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും അവൻ സംയമനം പാലിച്ച് സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവളെ കടിക്കാതെ തന്നെ അവൻ നിയന്ത്രിച്ചു നിൽക്കുന്നു. തന്റെ രക്തം കുടിച്ചാൽ അവൻ നോർമൽ ആകുമെന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്നിരുന്നാലും അവളുടെ സാമീപ്യം കൊണ്ട് അവനെ നോർമലാക്കാൻ സാധിക്കുമോ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങുന്നു. ഹീറോ സ്വബോധത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളോട് ഈ മുറി വിട്ട് പുറത്തേക്ക് പോകാൻ അവൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് ഹീറോയുടെ ഫാമിലി എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫാമിലി ഡോക്ടർ പറയുന്നുണ്ട് അവന്റെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്. അതുമല്ല, ഹീറോയുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഹീറോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ദിവസം നോർമൽ ആയിട്ട് ഇരിക്കുന്നതെന്നുള്ളത്. അതിനുശേഷം മുത്തശ്ശി ആവട്ടെ ഹീറോയ്ക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അവന്റെ 16ാമത്തെ വയസ്സിലാണ് അവൻ ഇങ്ങനെ ഒരു പ്രത്യേകതരം രീതിയിലാവുന്നത്. ആ ഒരു ദിവസം അവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. ഇത് അവരുടെ കുടുംബപരമായിട്ടുള്ള ശാപമാണ്. മുതുമുത്തശ്ശന്മാർ വരുത്തി വെച്ചതാണ്. അവളുടെ രക്തം കൊണ്ട് ഹീറോയെ ഓക്കെയാക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കണമെന്നും അവളുടെ കയ്യിൽ പിടിച്ച് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ അവളെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മുത്തശ്ശി പറയുന്നുണ്ട് അവൻ അവളുടെ ബ്ലഡ് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് പെൺകുട്ടിയുടെ മുഴുവൻ രക്തവും ഊറ്റി കുടിക്കുമെന്ന് പറയുന്നു. നിനക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള എത്ര പെൺകുട്ടികളുടെ രക്തം എടുക്കേണ്ടി വന്നാലും അതിന് തനിക്കൊരു മടിയുമില്ല എന്നവർ പറയുന്നു. ഹീറോയ്ക്ക് അതിനെ എതിർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഹീറോയ്ക്ക് അവളോട് ഭയങ്കരമായ ദേഷ്യമുണ്ടായി. അവള് പണത്തിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ടേക്ക് വന്നത്. രാത്രിയിലെ ഹീറോയിനെ ഇറക്കം കുറഞ്ഞ ഡ്രസ്സും ഒക്കെ ഇട്ട് അവളെ ഹീറോയുടെ മുറിയിലേക്ക് അവർ അയക്കുന്നുണ്ട്. ഇതും കൂടെ കാണുന്ന അവന് വല്ലാത്ത ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ഡ്രസ്സ് ചെയ്തു തരാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ ഒരു ഷർട്ട് അവിടെ ഉണ്ടായിരുന്നു, അത് അവളുടെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതെടുത്ത് ധരിക്കാൻ പറയുന്നു. ഈ സമയത്ത് ഹീറോയ്ക്ക് വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് പോവാൻ ഹീറോ അവളോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, എന്നെ ഇവിടുന്ന് വരട്ടി വിട്ടാലും മുത്തശ്ശി ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഞാൻ പോയാൽ മറ്റൊരു പെൺകുട്ടിയെ തീർച്ചയായും അവർ കണ്ടെത്തും. ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ബ്ലഡ് കുടിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ എന്റെ ബ്ലഡ് കുടിച്ചോ എന്ന് ഞാൻ അവരോട് കള്ളം പറഞ്ഞോളാം. ഇതുമൂലം തന്നെ നിങ്ങൾക്ക് ബ്ലഡ് കുടിക്കുകയും വേണ്ട, മറ്റൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരത്തുമില്ല. അതുമാത്രമല്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെയാവും. ഇനി നിങ്ങൾക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവർ നിങ്ങളുടെ കൂടെ നിർത്തുന്നതായിരിക്കും. നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കാൻ സഹായിക്കൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ. ഈ സമയത്ത് ഹീറോയ്ക്ക് തോന്നുന്നുണ്ട് അവൾ പറയുന്നത് ശരിയാണ്. ഇനി അഥവാ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അവളുടെ രക്തവും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും രക്തവും അവന് വേണ്ടിയിട്ട് അവന്റെ മുത്തശ്ശി എടുക്കുമെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് കരുതി തന്നെ അവളോട് അവിടെ നിൽക്കാനായി അവൻ ആവശ്യപ്പെടുന്നു. അന്നത്തെ ദിവസം അവരിരുവരും ഒരു മുറിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഹീറോ ബെഡിലും അവൾ താഴെയുമാണ് കിടന്നിരുന്നത്. ഇടയ്ക്ക് അവൾ തണുത്തു വിറയ്ക്കുന്നതായി കണ്ടിട്ട് ആ യുവാവട്ടെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായി പുതച്ചു കിടക്കാൻ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം ഹീറോയിനാവട്ടെ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കാണാനായി ഒന്ന് ഇറങ്ങിയതായിരുന്നു. ഈ പെൺകുട്ടി ഹീറോയിനെ കണ്ടിട്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് മുത്തശ്ശി ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടിയാണ് അതെന്ന്. അവളോട് അവിടെ നിന്ന് പോകാനായി അവൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ഹീറോയിൻ പറയുന്നുണ്ട് അത് പറ്റത്തില്ല, താൻ ഇവിടെ തന്നെ ഹീറോയോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഈ സമയത്ത് ദേഷ്യം വന്ന ആ പെൺകുട്ടി അവിടെ അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ആ ബുള്ളറ്റുകൾ താഴേക്ക് വീഴ്ത്തുന്നു. പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. അവൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ നടന്നു പോകുന്ന വഴിക്ക് ഹീറോയ്ക്ക് വീണ്ടും അസുഖം അനുഭവപ്പെടുന്നു. പെൺകുട്ടിയുടെ രക്തത്തോട് ആസക്തി തോന്നുന്ന അവനാവട്ടെ പെട്ടെന്ന് തന്നെ അവളെ തള്ളി താഴേക്കിടുന്നു. അങ്ങനെ വീഴുമ്പോഴാവട്ടെ ഹീറോയിന്റെ കാലില് മുറിവ് പറ്റുന്നുണ്ട്. അതിൽ നിന്ന് രക്തവും വരുന്നുണ്ട്. ഹീറോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായി അവൾ ആ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് അയാളുടെ കയ്യിലെ ആ പച്ച നിറത്തിലുള്ള പ്രകാശം പടർന്നിരുന്നു. അത് ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ മരിക്കുമെന്ന് അവൾക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നല്ലോ. അവളുടെ കാലിൽ നിന്ന് വന്നിരുന്ന രക്തത്തിന്റെ ഗന്ധം അടിച്ചപ്പോൾ തന്നെ അവൻ രക്തത്തിനായി ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്.
അവൾ ഉടനടി തന്നെ അതൊരു തുണി വെച്ച് കെട്ടിവെച്ചിട്ട് എന്നിരുന്നാലും അവന് രക്തം കുടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് കരുതി അവനെ ആശ്വസിപ്പിക്കുന്നു. അവളുടെ സാമീപ്യം കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഹെൽത്ത് ഓക്കെ ആവുന്നുണ്ട്. ഈ സമയം കൊണ്ട് ക്ഷീണത്താൽ ഹീറോയിൻ ആവട്ടെ മയങ്ങി അവനോടൊപ്പം തന്നെ ചേർന്നുറങ്ങുകയായിരുന്നു. അവൻ ഉണർന്നതൊന്നും അറിയാതെ അവൾ മയങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് അവനെ ഇവിടെ ഉപേക്ഷിച്ച് പോവാതെ അവള് അവിടെ തന്നെ ഈ വേദനയും സഹിച്ചിരുന്നേ എന്ന് ചോദിക്കുന്നു. ഇൻഫെക്ഷൻ വല്ലതും വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവൻ അവളെ എടുത്തുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയ്ക്ക് തന്റെ ശക്തി ഉപയോഗിച്ച് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് തന്നെ വീട്ടിലെത്താൻ സാധിക്കുന്നു. അവൻ ഇത്രയും പവർഫുൾ ആണോ എന്നൊക്കെ ആലോചിച്ച് ഹീറോയിന് വല്ലാതെ അതിശയം തോന്നുന്നുണ്ട്. അതിനുശേഷം അവളുടെ കാലിലെ മുറിവിൽ അവൻ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്നാൽ അവളുടെ ബ്ലഡ് കൊണ്ട് തന്നെ അവന് ടെംപ്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ഫുഡ് കഴിക്കാനായി പോകുന്നു. ഈ സമയത്ത് അവന് കൊടുക്കുന്ന സൂപ്പിൽ ഹീറോയിന്റെ ബ്ലഡ് കലർന്നിട്ടുണ്ടായിരുന്നു. ഒരു സിപ്പ് എടുത്തപ്പോഴേ അവന് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ അവൻ ദേഷ്യത്തോടെ ആ പാത്രം വലിച്ചെറിയുന്നു. പരിചാരകരൊക്കെ പേടിച്ച് താഴേക്ക് ഇരിക്കുന്നുണ്ട്. അവൾ ഒരിക്കലും അവന് ബ്ലഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സൂപ്പിൽ എങ്ങനെയാണ് അവളുടെ ബ്ലഡ് വന്നതെന്ന് അവന് സംശയം തോന്നുന്നു. അവൾ തന്നെ കബളിപ്പിക്കുകയാണോ എന്നൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹീറോയിന്റെ അടുത്ത് ചെന്നിട്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ കാര്യമൊന്നും പറയാതെ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ പോലെ അല്ലായിരിക്കുമെന്നാണ് താൻ കരുതിയിരുന്നത്, എന്നാൽ നീയും അവരെ പോലെ തന്നെയാണ്. ബ്ലഡ് കലർത്തി എനിക്ക് തന്നിരിക്കുന്നു. അതുമാത്രമല്ല ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. നിന്നെ ഒരു മോൺസ്റ്ററെ പോലെ കണ്ടതുകൊണ്ടല്ലേ നീ എനിക്ക് ബ്ലഡ് കലർത്തി തന്നേ എന്ന് ചോദിക്കുന്നു. ഇതിനപ്പുറം നീ ഈ വീട്ടിലിരുന്നൂടാ എന്ന് പറഞ്ഞ് അവളെ വീട്ടിന് വെളിയിലേക്കാക്കുന്നു. അവൾക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം പോലും അവൻ കൊടുത്തിരുന്നില്ല. ഹീറോയിൻ ഈ സമയത്ത് വളരെ ഇമോഷണലായി തന്നെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അതിനുശേഷം അവനോട് പറയുന്നുണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല, താൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ബ്ലഡ് കലർത്തിയ കാര്യം എന്നൊക്കെ. പക്ഷേ ഹീറോ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഹീറോയിന്റെ സഹോദരന്റെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണല്ലോ അവള് ഇങ്ങോട്ടേക്ക് ഒരു ജോലിക്കാരിയായിട്ട് വന്നത്. ഇനി അവിടുന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് അവന്റെ ചികിത്സകളൊന്നും നോക്കാത്തത് കൊണ്ട് തന്നെ അവൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഓർത്ത് അവൾ അവിടെ ഇരുന്ന് കരയും. ആദ്യം തന്നെ ഹീറോയിൻ അവിടെ ഇന്റർവ്യൂവിനായിട്ട് വന്നപ്പോൾ അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്ന പേരിൽ അവരെ എടുത്തിരുന്നല്ലോ. ആ ബ്ലഡാണ് അവർ സോപ്പിൽ കലർത്തിയിരുന്നത്. ഇത് ഹീറോയ്ക്കും അതുപോലെ തന്നെ അവൾക്കും അറിയില്ല. ഈ സമയത്ത് അവിടെ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവര് അവളുടെ വീട്ടില് ജോലിക്കാരിയായിരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായ കാര്യങ്ങളൊക്കെ അവൾ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അമ്മയോട് പറയണ്ട, എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുമെന്ന് അവൾ പറയുന്നു. പക്ഷെ ആ ജോലിക്കാരി പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന്. അവിടെ വീട്ടിലെത്തിയപ്പോഴാവട്ടെ അവളുടെ സഹോദരൻ താഴെ വീണ് കിടക്കുകയായിരുന്നു. നായയെ പോലെ അവൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ അനിയന് കാലിന് സ്വാധീനമില്ലാത്തയാളാണ്. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് സംഭവിച്ചത്, നിന്റെ കാലിന് എന്ത് പറ്റിയെന്നൊക്കെ. അവന്റെ കാലിന് നന്നായി തന്നെ അടിയേറ്റിട്ടുണ്ടായിരുന്നു. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഹീറോയിനെ അവിടെ ജോലിക്കാക്കിയത്. ശരിക്കും അവന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നു. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അവന്റെ ആശുപത്രി ചെലവിനായിട്ടാണ് ഹീറോയിന്റെ അമ്മ അവളെ ഷെൻ ഫാമിലിക്ക് വിറ്റത്. അവളെ ഷെൻ ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ഇത്രയും ക്രൂരമായി അവനോട് പെരുമാറുന്നത്. അത് മാത്രമല്ല അവർ ഹീറോയിനെ ഉപദ്രവിക്കുന്നുമുണ്ട്. ആ സ്ത്രീ ആവട്ടെ വീണ്ടും അവളോട് ഷെൻ ഫാമിലിയിലേക്ക് തന്നെ തിരികെ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ ഇവിടെ കിടന്ന് മരിക്കുമെന്നവർ പറയുന്നു. അവരാവട്ടെ വീണ്ടും അവളെ എവിടെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അവള് ഈ സമയത്ത് സഹോദരനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു ജോലിക്കാരിയോട് മുത്തശ്ശി ചോദിക്കുന്നത്. അവൻ കേൾക്കുകയുണ്ടായി. ഹീറോയിന്റെ ബ്ലഡ് അവന്റെ സൂപ്പിൽ കലർത്തണമെന്ന് പറഞ്ഞിട്ട് കലർത്തിയില്ലേ, അവൻ വളരെ വീക്കായിട്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അവളുടെ മനസ്സുറവോടെയല്ല സൂപ്പില് രക്തം കലർന്നേയെന്ന്. ഹീറോ വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയെടുത്ത്, നിങ്ങളാണോ എന്റെ സൂപ്പിൽ ബ്ലഡ് കലർത്തി തരാൻ പറഞ്ഞെന്ന്. അപ്പോൾ അവര് പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. സത്യം മനസ്സിലാക്കിയ ഹീറോയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. ഉടനടി തന്നെ അയാൾ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അതിനോടകം തന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നല്ലോ. അവളുടെ കാലിൽ നിന്ന് വാർന്ന രക്തം ഒരുപാട് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. അവനത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവളുടെ ബ്ലഡിൽ തൊട്ടു നോക്കുമ്പോൾ അവൾ എവിടെയാണ് ശരിക്കും ഉള്ളതെന്ന് അവന് മനസ്സിലാവുന്നു. ഹീറോ തന്റെ പവർ ഉപയോഗിച്ച് തൽക്ഷണ നേരം കൊണ്ട് തന്നെ അവളുടെ വീട്ടിലെത്തുന്നു. അവൾ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവിടെ ചെന്നപ്പോൾ മാത്രമാണ് അയാൾക്ക് മനസ്സിലായത്. അതുമാത്രമല്ല അവളുടെ സഹോദരന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ ജോലിക്കായി വന്നതെന്നും അയാൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഹീറോയിന്റെ അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട് ഹീറോ. അവന്റെ സർവ്വ ചികിത്സാ ചെലവുകളും അവൻ വഹിച്ചോളാമെന്നും അതുപോലെ തന്നെ അവളോട് വീട്ടിലേക്ക് വരാനും അവൻ അപേക്ഷിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിനോടകം തന്നെ അവളോടൊരു ഫീലിങ്സ് ഉണ്ടായി കഴിഞ്ഞിരുന്നു. അവൾ കൂടെ ഉണ്ടെങ്കിൽ അവന് എന്തോ ഒരു തരം ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ കരുതിയത് ഹീറോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവളുടെ ബ്ലഡിന് വേണ്ടിയിട്ട് മാത്രമാണ്, അതുകൊണ്ടാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്.
അവള് അവനോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. തിരികെ അവനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ മുറിവേറ്റ കാലിൽ അവൻ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ കുറച്ച് കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്. 12 മണിക്ക് ഒരു കാർ റേസ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത്. പക്ഷേ ഹീറോ പറയുന്നുണ്ട് താൻ വളരെ ബിസിയാണ്, വരാൻ സാധിക്കില്ല എന്നും പറയുന്നു. ഇന്ന് ഹീറോയിന്റെ ജന്മദിനമായിരുന്നു. അത് നല്ലപോലെ തന്നെ ഹീറോയ്ക്ക് അറിയാം. അവളെ കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവളുടെ എല്ലാ വിവരങ്ങളും അവൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരോട് അവൻ ബിസിയാണെന്ന് പറഞ്ഞത്. അവനാവട്ടെ അവളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് ആവട്ടെ ബാറിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിന്റെ അടുത്തും അവന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്, എനിക്ക് അസുഖം വരുന്നതിന് മുമ്പുള്ള ഫ്രണ്ട്സ് ആണ്, അതിനുശേഷമുള്ള ആരുമായിട്ടും ഞാൻ വളരെ അടുപ്പം കാണിച്ചിട്ടില്ല എന്ന് അവൻ തുറന്നു പറയുന്നു. ഹീറോയിനും അവരുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ടൈമിലൊക്കെ അവളോട് ഭയങ്കര മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത്. ഈ സ്കൂള് വിട്ട് പോയെന്നാണല്ലോ കേട്ടത്. ഇപ്പോൾ നിനക്ക് എന്തോ ജോലിയൊക്കെ കിട്ടിയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോ ഈ ആണുങ്ങളോട് ചേർന്നിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുകയാണോന്ന് മോശമായ രീതിയിൽ അവളോട് സംസാരിക്കും. ഈ വിഷയത്തെ സ്കൂളിലുള്ള എല്ലാവരുമായി പങ്കുവെക്കാമെന്ന് പറഞ്ഞ് അവള് ഫോൺ എടുത്ത് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ഫോൺ തകർത്ത് കളയുന്നു. ഹീറോയെ കണ്ട ഉടനെ തന്നെ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അവളുടെ കരണത്തൊന്ന് കൊടുക്കുന്നുണ്ട്. ഉടനടി തന്നെ അവളോട് മാപ്പ് അപേക്ഷിക്കാൻ പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കാതെ പെൺകുട്ടിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതിനുശേഷം ഹീറോയിനെയും കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ട് അയാളെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി റേസ് ചെയ്യുന്നാണല്ലോ കേട്ടത്, എന്നോടൊപ്പം റേസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. അവൻ വീണ്ടും അയാളെ തടഞ്ഞിട്ട് റേസിങ്ങിന് വന്നേ പറ്റൂ എന്ന് പറയുന്നു. അതിന് ഒരു ബെറ്റ് വെക്കാം, എന്റെ കൂടെ ഒരു പെണ്ണ് കാറിലുണ്ടായിരിക്കണം, എന്റെ കൂടെയും ഒരു പെണ്ണ് കാറിലുണ്ടായിരിക്കണം, പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന ഒരു വഴിയിൽ കൂടെ ആയിരിക്കണം കാർ വളരെ ഫാസ്റ്റ് ആയി ഓടിക്കേണ്ടത്. ഹീറോയുടെ സൈഡിൽ ഉണ്ടായിരിക്കുന്ന പെൺകുട്ടിയാണോ അതോ തന്റെ സൈഡിലിരിക്കുന്ന പെൺകുട്ടിയാണോ ഏറ്റവും കൂടുതൽ പേടിച്ച് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നത്, അവരുടെ സൈഡ് തോക്കുന്നതായിരിക്കും. ഇനി തോക്കുന്ന സൈഡിലുള്ള പെൺകുട്ടിയാവട്ടെ ജയിച്ചവരുടെ മുമ്പില് അവരുടെ ജോലിക്കാരിയെ പോലെ പെരുമാറണമെന്നും ആവശ്യപ്പെടുന്നു. അതായത് നിങ്ങളാണ് തോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിലിരിക്കുന്ന പെൺകുട്ടി എനിക്കൊരു വേലക്കാരിയെ പോലെ വന്ന് ജോലി ചെയ്ത് തരേണ്ടി വരുമെന്ന് ആ യുവാവ് പറയുന്നു. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയുടെ ഫ്രണ്ട്സും പറയുന്നുണ്ട് നിന്നെ അവർ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്, നീ എന്തായാലും ഈ റേസിൽ പങ്കെടുക്കണമെന്ന്. എന്നാൽ ഹീറോ അതും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കുറെ നേരമായി അവൻ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്, എന്നെ വിശ്വസിക്കുക, ഒരിക്കലും ഞാൻ കരയത്തുമില്ല പേടിക്കത്തുമില്ല, നിങ്ങളോടൊപ്പം റേസിന് വരാൻ തയ്യാറാണെന്ന് പറയുന്നു. അവള് വാക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹീറോ ആ റേസിന് സമ്മതിക്കുന്നു. 2 കാറുകളും വളരെ വേഗത്തിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അവര് ജയിച്ചതിന് ശേഷം അവൾക്ക് സമ്മാനമുണ്ടെന്ന് ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ പേടിച്ച് കരച്ചിലൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം വാക്ക് പാലിക്കണമല്ലോ. എന്നാൽ ഹീറോയിന്റെ കൂട്ടുകാരി തന്നെയാണ് അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഉണ്ടായിരുന്നത്. അവൾ ഒരു പേടിയും കൂസലും ഇല്ലാതെ തന്നെ ആ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ കാരണമാണല്ലോ അവൾക്ക് അടി കിട്ടിയതും. അതുകൊണ്ട് തന്നെ അവളോടുള്ള ദേഷ്യം ഇരട്ടിച്ചതേയുള്ളൂ. ഈ സമയത്താണ് അവരുടെ കാറിന്റെ നേർക്ക് ഒരു ലോറി കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇത് കണ്ടിട്ട് ആ പെൺകുട്ടി വല്ലാതെ പരിഭ്രാന്തിയിൽ കരഞ്ഞു വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ ബോയ് ഫ്രണ്ടിന് മുന്നോട്ട് കാർ എടുക്കാനും സാധിക്കുന്നില്ല. ഹീറോ കാറൊന്നും നിർത്താതെ നേരെ ഒരു സ്ഥലത്തേക്ക് ഹീറോയിനുമായി പോവുകയാണ്. ആ സ്ഥലം കാണുമ്പോൾ തന്നെ ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ടായിരുന്നു. ഒരു വലിയ മലമുകളിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരിടത്ത് എത്തിപ്പറ്റണം എന്നുള്ളത്. ഇപ്പോൾ അത് സാധിച്ചിരിക്കുക. അവളുടെ ഈ ആഗ്രഹം എങ്ങനെയാണ് ഹീറോയ്ക്ക് മനസ്സിലായി എന്ന് അവൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് അവളുടെ കുറെ ഫ്രണ്ട്സ് അവളോട് ചോദിച്ചായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒരു ക്ലിഫിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അവൾ അവരോട് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ അവളെ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്നാണ് ഇതെന്ന്. അതിനുശേഷം അവളോട് ഹാപ്പി ബർത്ത്ഡേ എന്നും പറയുന്നു. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് എന്റെ ബർത്ത്ഡേ പറ്റി എങ്ങനെ നിങ്ങൾക്കറിയാമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനിതുപോലെ നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാന്ന് പറ, അന്ന് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അവള് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അവന്റെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല എന്ന്. അതിനെന്താണ് കാരണമെന്ന് അവൻ പറയുന്നില്ല. എന്നാൽ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട് അവനിങ്ങനെ അസുഖം ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് കരുതി അവളും വിഷമിക്കുന്നുണ്ട്. അതുമാത്രമല്ല അതിനെപ്പറ്റി അവൾ കൂടുതലൊന്നും പിന്നെ ചോദിക്കുന്നതുമില്ല. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് സാധാരണ ഈ ക്ലിഫിലേക്ക് അങ്ങനെ എളുപ്പമൊന്നും കയറി വരാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരാൻ സാധിച്ചതെന്ന്. ഈ ക്ലിഫിന് ഒരു ഓണറുണ്ട്, അയാൾ അനുവദിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റൂ എന്ന് ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്. അങ്ങനെയാണോ, അപ്പോൾ നിങ്ങൾ അത്ര വലിയ ആളാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്.
അതെ, ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് അവൻ വെളിപ്പെടുത്തുന്നു. നിങ്ങള് ഇത്ര വലിയ പണക്കാരനാണോ എന്ന് ചോദിച്ച് അവള് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഉടനടി തന്നെ പറയുന്നുണ്ട് തനിക്ക് ഒരു ഗിഫ്റ്റും വേണ്ട, ഇപ്പോൾ തന്നെ ഒരുപാട് സഹായം തനിക്ക് ചെയ്തു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഈ സമയത്ത് അവൻ ശബ്ദം കുറച്ചും കൂടി ഒന്ന് ഉയർത്തി പറയുന്നുണ്ട്, ഇനിയും എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്, നിനക്ക് ബർത്ത്ഡേക്ക് എന്താണ് ഗിഫ്റ്റായിട്ട് വേണ്ടുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടിയതാണ്, പക്ഷേ ആ സമയത്താണ് അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല, പഠിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരാം, നാളെ തന്നെ നീ പഠിക്കാനായി പോകാൻ റെഡി ആയിക്കോളൂ എന്ന്. ശരിക്കും ഹീറോയും അതേ കോളേജിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവള് വളരെ ഹാപ്പിയായി തന്നെ അവളുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ട്യൂഷൻ ടീച്ചറെ പോലും അവൻ ഏർപ്പാടാക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു മുറിയാണ് ഹീറോ അവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് അവനും അതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് അവള് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവളും അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അവള് ഹീറോയെ വന്ന് നോക്കുമ്പോൾ അയാൾ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്ത് അയാളുടെ കൈ താഴെ വീഴാൻ ഒരുങ്ങുന്നുണ്ട്. അയാളുടെ ഉറക്കം തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി തന്നെ അവൾ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ അയാൾ ഉണർന്നപ്പോൾ ആവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ക്ലോസ് ആവാൻ ശ്രമിക്കുകയാണോ എന്ന്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ ക്ലോസ് ആവാനൊന്നും ട്രൈ ചെയ്തതല്ല, നിങ്ങൾ നല്ല ഉറക്കമായിരുന്നല്ലോ, നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി കൈ പിടിച്ചുകൊണ്ടിരുന്നതാണെന്ന് അവൾ പറയുന്നു. ഹീറോ അവളെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും എൻ്റെ കൂടെ ക്ലോസ് ആവാൻ ശ്രമിച്ചതല്ലേ എന്ന്. അപ്പോൾ ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് ഇല്ല എന്ന്. ഈ സമയത്താണ് ഒരു സ്ത്രീ അവിടെ വന്ന് ബഹളം വെക്കുന്നതായി ഹീറോയിൻ കേൾക്കുന്നത്. അപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോയുടെ അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് അവനാണ് അവരുടെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് കണ്ണുപൊട്ടെ അവനെ അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവർ ആ ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോവുകയെന്ന സമയത്തായിരുന്നു അവര് മരണപ്പെടുന്നത്. ഹീറോയിൻ അവരടുത്തേക്ക് എന്താണ് കാര്യമെന്നറിയാൻ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ സ്ത്രീ അവളോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോ, അല്ലെങ്കിൽ അവളും മരിച്ചു പോകുമെന്ന്. അവള് പോവാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീ ആവട്ടെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ആ സ്ത്രീയെ തടഞ്ഞിട്ട് വീട്ടിന് വെളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. എന്തായാലും ഹീറോ ആ സ്ത്രീയോട് വഴക്കിനൊന്നും പോകുന്നില്ല. മേ ബി അവര് റിലേറ്റീവ്സ് ആയിരിക്കാം. ആ സ്ത്രീ പോകുന്നതിന് മുൻപായി അവനെ ശപിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ മരിക്കുമെന്ന് അവർ പറയുന്നു. നീ മരിക്കുന്ന ദിവസം മുതലായിരിക്കും എനിക്ക് സന്തോഷമുണ്ടാവുക എന്നും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹീറോയിന് കാര്യം എന്താണെന്നും മനസ്സിലായില്ല. ഹീറോ അവിടെ ശോകമായ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയായിരുന്നു. ഹീറോയുടെ അടുത്ത് അവൾ വന്നിരിക്കുമ്പോഴത്തേക്കും ഹീറോ മാറി കുറച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അവള് നിരങ്ങി വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ പോയിരിക്കുന്നുണ്ട്. എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ എന്ന് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ, നിങ്ങൾ വളരെ പണക്കാരനും അതുപോലെ തന്നെ സുന്ദരനുമാണല്ലോ എന്നവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ അവിടെ അവളെ ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അയാളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആവണം, അതിനുശേഷം മാത്രമേ നമുക്ക് ആ കൊല ചെയ്തയാളെ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് അവള് പറയുന്നുണ്ട്. ശരിക്കും അവന്റെ അച്ഛനും അമ്മയും ജെറ്റ് അപകടത്തിൽ മരിച്ചതാണോ അതോ ആരെങ്കിലും കൊന്നയാണോ എന്നറിയണം. അതിന് നിങ്ങളുടെ മനസ്സും അതുപോലെ ഹെൽത്തും നല്ലപോലെ ഓക്കെ ആയിരിക്കണം. ഇങ്ങനെ ഏത് സമയം മൂഡ് ഓഫ് ആയിരുന്നാൽ ആ കൊലയാളിയെ ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല, ഇതിന്റെ സത്യവും അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവള് പതിയെ അവന്റെ തോളിലേക്ക് ചാരുന്നു. ഹീറോയ്ക്ക് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും ആവുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഹീറോ ആവട്ടെ ഒരു രാത്രിയിൽ ഒറ്റയ്ക്കൊരു മുറിയിൽ കതകടച്ചിരിക്കുന്നു. എന്തോ ഒരു പ്രത്യേകതരം ശബ്ദം കേട്ടിട്ടാണ് ഹീറോയിൻ ആ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നത്. അവന് വീണ്ടും ആ അസുഖം ഉണ്ടാവാൻ പോവുകയായിരുന്നു. നെഞ്ചുവേദന എടുത്താണ് അവൻ അവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കി അവളാവട്ടെ ഉടനടി തന്നെ അവനെ ഹഗ് ചെയ്യുന്നു. ആ സമയത്താണ് ഹീറോ കുറച്ച് നോർമൽ ആവുന്നത്. അതിനുശേഷം അവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട്. പച്ച കളറിലെ ഞരമ്പ് അവന്റെ ശരീരമാസകലം വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് ശരിയാണ്, ഞാൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്നൊക്കെ അവളോട് പറയുന്നു. ഹീറോയിൻ അത് കണ്ടിട്ട് വല്ലാതെ പേടിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അവളാവട്ടെ നിനക്ക് നല്ലപോലെ തന്നെ വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവനെ പറ്റി അവൾ വല്ലാതെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയ്ക്ക് വല്ലാത്ത അതിശയം തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ ഇത്രയും പരിഗണനയോടെ ഈ ഒരു അസുഖ സമയത്ത് കെയർ ചെയ്ത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അസുഖമുണ്ടാവുന്ന സമയത്ത് മറ്റെല്ലാവരും അവനെ കണ്ട് പേടിച്ചോടുകയാണ് പതിവ്. ഹീറോയ്ക്ക് ചെറിയ സന്തോഷവും ആവുന്നുണ്ട്, അതിലുപരി ഭയവും ആവുന്നുണ്ട്. കാര്യം അവൾ തന്നെ കൺട്രോൾ ചെയ്യുമോ എന്നൊരു പേടി അയാൾക്കുണ്ടായിരുന്നു. അതിനുശേഷം അവളോട് മുറിവിട്ട് പോകാൻ അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവള് അവനെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവന് ഓക്കെ ആവുമെന്ന് പറയുന്നു. ഈ സമയത്ത് അവളുടെ തോളിൽ അവൻ തല ചായ്ച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റായി അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ചുണ്ട് മുറിഞ്ഞ് ആ ബ്ലഡ് ഹീറോ ഊറ്റി കുടിക്കുന്നുണ്ട്.
അങ്ങനെ ഹീറോയുടെ ഹെൽത്ത് ഓക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവനെ തെറ്റിദ്ധരിക്കുന്നു. അവളുടെ ബ്ലഡിന് വേണ്ടിയിട്ടാണ് അവളെ കിസ് ചെയ്തതെന്ന് അവളെ തെറ്റിദ്ധരിക്കുന്നു. അതിനുശേഷം മുറിക്ക് വെളിയിലേക്ക് പോകാൻ അയാൾ അവളോട് ആവശ്യപ്പെടുന്നു. ഹീറോ ആവട്ടെ അവളുടെ അക്കൗണ്ടിലേക്ക് കുറേയധികം തന്നെ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി അതുപോലെ അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവരും കുറച്ചധികം പണവുമായിട്ടാണ് വന്നിരുന്നത്. അവൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അവളുടെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവർ ഷാട്ടിയും പിടിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അവൻ്റെ കൂടെ ഇരിക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് എന്തായാലും ഈ പണം ഇരിക്കട്ടെ എന്ന്. അവൻ്റെ കൂടെ തന്നെ എപ്പോഴും കാണണമെന്ന് പറഞ്ഞ് പ്രത്യേകം അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ ഹീറോയിനെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവനാണെ ഒന്നും അവളോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഹീറോ അവൾക്ക് അയച്ചു കൊടുത്ത പണം ഹീറോയിൻ കൈപ്പറ്റിയിരുന്നില്ല. അത് തിരികെ അവന് തന്നെ അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവളോട് അവൻ അത്രയധികം ദേഷ്യപ്പെട്ടിരുന്നത്. മുത്തശ്ശി കൊടുത്തത് അവൾ വാങ്ങിച്ചല്ലോ, അതുകൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് $1 മില്യൺ തന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമേ എനിക്കിപ്പോൾ ഉള്ളൂ, അതിന്റെ കൂടെ നീ തന്ന പണവും കൂടി ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് തിരികെ അയച്ചതെന്ന് പറയുന്നു. മുത്തശ്ശി എനിക്ക് പണം തന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അതുകൊണ്ട് നിനക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിൽ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ അവളെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അവരങ്ങനെ ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ട്. അവളാവട്ടെ ഒരു റോഡ് സൈഡിലെ കടയിൽ നിന്നാണ് അവന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണെന്ന്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ആദ്യം നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളായിരുന്നു. ഹീറോയുടെ അടുത്ത് അവൾ പറയുന്നുണ്ട്, നീ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, ഇങ്ങനെ വൃത്തിഹീനമായ ഭക്ഷണമൊന്നും കഴിക്കാതെ ഞാൻ നിനക്ക് പ്രത്യേകമായി ലഞ്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനൊരു ലഞ്ച് ബോക്സ് നീട്ടുന്നു. ഹീറോ ആവട്ടെ അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഹീറോയിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്താ വീട്ടിലേക്കോ എന്ന് ആ പെൺകുട്ടി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിലല്ലേ സ്റ്റേ ചെയ്യുന്നേന്ന് അവള് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് മറുപടി ഒന്നും പറയാതെ ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഹീറോയിന്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്, അവള് ഇതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പഠിക്കുന്നത്, അത് മാത്രമല്ല അവൾക്ക് ചെറിയ പ്രായം മുതലേ അവനോട് ക്രഷ് ആയിരുന്നു എന്ന്. നീ എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും അവൾ നിന്നെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനെപ്പറ്റി എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ഈ സമയത്ത് ഹീറോയിനും പറയുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും മുറിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് കുളിക്കാനായി പോകുന്നു. ഈ സമയത്ത് ആ പെൺകുട്ടി ആവട്ടെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോ എന്തിയെന്ന് അവള് ഹീറോയിനോട് ചോദിക്കുന്നു. അവളെ കാണുമ്പോഴെല്ലാം ആ പെൺകുട്ടിക്ക് വല്ലാത്ത ദേഷ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ ആവട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വേറെ ഒരു ബന്ധവും ഇല്ല എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. എന്നാൽ അവള് കേൾക്കാത്ത മട്ടിൽ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്രണയവുമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് കുളി കഴിഞ്ഞ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയ്ക്ക് അതുപോലെ ആ സ്ത്രീയോടും അതുപോലെ തന്നെ ഹീറോയിനോടും വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നിട്ടും എന്താ അവൾക്ക് പ്രണയം തോന്നിയിരുന്നില്ലേ? അതിനുശേഷം ആ സ്ത്രീയോട് പറയുന്നുണ്ട്, മര്യാദക്ക് ഇവിടെ നിന്ന് പൊക്കോളാൻ. നിന്റെ സഹോദരന്റെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും പറയാതെ ഇരുന്നത്. അവൻ ഒരുപാട് ദേഷ്യത്തോടെ തന്നെ അവളെ എതിർക്കുന്നത് കണ്ടു തന്നെ അവൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. രാവിലെ തന്നെ ഹീറോയിൻ ആവട്ടെ കോളേജിലേക്ക് ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഹീറോ എടുത്ത് അവളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഹീറോ അത് കേട്ടിരുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിരുന്നാലും അവനോട് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവൾ ക്ലാസ് മുറിയിലേക്ക് പോയത്. അവൾ കരുതിയിരുന്നത് ഹീറോ ഇതിനോടൊക്കെ തന്നെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ്. എന്നാൽ അയാൾ അവിടെ ഇല്ലായിരുന്നു. അവള് അടുത്ത ഒരു സുഹൃത്തിനോട് തന്നെ ഷെങ്ഷി എവിടാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ പേര് ഷെങ്ഷി എന്നാണ്. എന്തോന്ന് ഷെങ്ഷിയോ? അവൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കോളേജിൽ നിന്ന് പുറത്തായി പോയല്ലോ എന്ന് ഒരാൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവനെ പുറത്താക്കിയതെന്ന് ഹീറോയിൻ തിരക്കുന്നുണ്ട്. ഒരു വർഷത്തിന് മുമ്പ് ഒരു പയ്യനെ പിടിച്ചടിച്ചു, അതിന്റെ പേരിൽ അവനെ ഡിസ്മിസ് ചെയ്തു. അവൾക്ക് ഇത് കേട്ടിട്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം അവളോടൊപ്പം അവൻ കോളേജിൽ വന്നിരുന്നു, എന്നാൽ ഇങ്ങനെ ഒരു വിവരമുള്ള കാര്യം അവൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ഹീറോയെ അന്വേഷിച്ച് അവൾ ക്ലാസ് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോയുടെ വീട്ടിലെ ഒരു ജോലിക്കാരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നാളെ ഫുൾ മൂൺ ഡേ ആണെന്നും അതുപോലെ തന്നെ ഹീറോ നാളത്തെ ദിവസം വല്ലാത്തൊരു രീതിയിൽ ബിഹേവ് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ അയാളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഈ ജോലിക്കാരൻ അങ്ങോട്ടേക്ക് വന്നത്. അതുമാത്രമല്ല ഒരുപാട് തവണ ഹീറോയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഹീറോ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നു. ഹീറോയിനാവട്ടെ അവർ താമസിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ ഹീറോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയുടെ അവള് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് തിരികെ പോക്കോ, എന്തിനാ എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. ഹീറോയിനെ ഇതുപോലെ പഠിക്കാൻ കൊണ്ടാക്കുന്ന കാര്യം ഹീറോ പോകുന്നതിനെ പറ്റി പെർമിഷൻ മുത്തശ്ശിയോട് ചോദിച്ചിരുന്നു. എന്നാൽ അവരതിന് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അയാള് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി ചേർക്കാനായി വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, ഞാൻ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയല്ലേ, പുറത്തൊക്കെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ടാണ് അവളുടെ കൂടെ വന്നേ എന്ന് പറയുന്നു. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണമെന്നില്ല, നമ്മൾ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല, വെറും ഒരു ഡീൽ മാത്രമാണ് നമ്മൾക്കിടയിലുള്ളത്.
ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണെന്ന് അവൾ പറയുന്നു. നിങ്ങളുടെ അസുഖം ഭേദമാവുന്നോടം വരെ എന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം തരുമ്പോൾ തീർച്ചയായും ഞാൻ എന്റെ ലോകത്തേക്ക് മടങ്ങും. ഹീറോയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവള് അയാൾക്കൊരു ടൂൾ മാത്രമാണെന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം പിടിച്ച ഹീറോ ആവട്ടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ ശരിക്കും അവൻ വീട്ടിലേക്ക് മടങ്ങി കാണുമെന്ന് കരുതി അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ആവട്ടെ ബാറിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുകയായിരുന്നു. സുഹൃത്തുക്കളിൽ ഒരാൾ പറയുന്നുണ്ട്, ഇങ്ങനെ മദ്യപിച്ചാൽ നാളെ ഷിന്നിനെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന്. ഷിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. അവളെ വിളിച്ചുകൊണ്ടുവരാനും കൊണ്ടാക്കാനും ഞാൻ അവളുടെ ഡ്രൈവറൊന്നുമല്ല. അവളെ പറ്റിയുള്ള സംസാരം ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോ എന്ന് ഹീറോ സുഹൃത്തിനോട് പറയുന്നു. രാവിലെ ആവട്ടെ ഹീറോയിനൊരു കോള് വരുന്നുണ്ട്. ഹീറോ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അവിടുന്ന് അറിയിക്കുകയാണ് അവളെ. അങ്ങനെ അവളാവട്ടെ ഹീറോയെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഹീറോയുടെ പുറകെ നടന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവള് കാറിൽ അവിടെ ഉണ്ടായിരുന്നു. അവള് ഉടനടി തന്നെ ഹീറോയിനെ കാർ ഇടിപ്പിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ തക്കതായ സമയത്ത് തന്നെ ഹീറോ അവിടെ എത്തി ആ കാർ തടയുന്നു. ഹീറോ അവളുടെ കഴുത്തിന് പിടിച്ച് ഭയങ്കരമായിട്ട് ഞെരിക്കുന്നുണ്ട്. ആ സ്ത്രീ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഹീറോയിനാവട്ടെ അവനെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുത്തി ഒരിക്കലും അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. പോകുന്നതിന് മുൻപായി അവൻ അവളോട് പറയുന്നുണ്ട്, നീ നിന്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ തന്നെ വെളിയിലേക്ക് പോകണമെന്ന്. അപ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് വെളിയിലേക്ക് പോകുന്നത്? ഞാൻ അവരുടെ ഒരേ ഒരു മകളാണ്. അത് മാത്രമല്ല എന്റെ സഹോദരനും ഇതിന് സമ്മതിക്കുകയില്ല. നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രോജക്റ്റും ക്യാൻസൽ ചെയ്ത് അവരെ ഞാൻ പാപ്പരാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നീ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണോന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. മുറിയിലെത്തിയ ഹീറോയ്ക്ക് വീണ്ടും അസുഖം മുറിച്ച് വല്ലാതെ നെഞ്ചുവേന എടുക്കുന്നു. അവൻ ഒറ്റയ്ക്കൊരു മുറിയിൽ കതവടച്ചിരിക്കാൻ തുടങ്ങുന്നു. പെൺകുട്ടി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ കതവ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഉള്ള ശക്തിയെല്ലാം എടുത്ത് അവള് കതവ് തുള്ളിത്തുറന്നാണ് അകത്തേക്ക് ചെല്ലുന്നത്. അവൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഹീറോയുടെ തലയൊക്കെ ആകെ ഈറനായിട്ട് ഇരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഹീറോയുടെ ബോഡി നന്നായിട്ട് ഹീറ്റുമായിരുന്നു. എന്താ നിനക്ക് പറ്റിയത്? എന്താ ഇതിന്റെ കാരണമെന്ന് അവൾ തിരക്കുന്നുണ്ട്. നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവള് സോറി പറയുന്നുണ്ട്. നാളെ ഫുൾ മൂൺ ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളെ മെയിൻ ഹൗസിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ കാരണം നിങ്ങൾക്ക് അസുഖം വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ ഹീറോയിൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ലൈറ്റായിട്ട് കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ വീട്ടിലെ ജോലിക്കാരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് അയാൾ അങ്ങോട്ടേക്ക് വന്നത്. രണ്ടുപേരും അതിന് ശരിവെച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിന്റെ ബ്ലഡ് ആദ്യം തന്നെ അവര് ഹീറോയെ സുഖപ്പെടുത്താൻ എടുത്തായിരുന്നല്ലോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അതുകൊണ്ടൊന്നും ഹീറോയുടെ അസുഖം ഭേദമാക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. അതുമാത്രമല്ല ഹീറോ 1 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും കൂടി അയാൾ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ വല്ലാതെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ ഇനി ഹീറോയെ രക്ഷിക്കാൻ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഫുൾ മൂൺ ഡേയുടെ അന്ന് അവർ ഇന്റിമേറ്റ് ഇരുന്നാൽ മാത്രം ഹീറോയെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ വല്ലാതെ അമ്പരക്കുന്നുണ്ട്. മുത്തശ്ശി ആവട്ടെ ഒരു $10 മില്യൺ ചെക്കുമായി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവള് പറയുന്നുണ്ട്, പണത്തിന് വേണ്ടി ഒരു കാരണവശാലും തന്റെ ശരീരം വിൽക്കാൻ തയ്യാറല്ല എന്ന്. ഹീറോയ്ക്ക് വേണ്ടി തന്റെ ശരീരം തരാൻ തയ്യാറാണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ഹീറോയിന്റെ ദേഹത്ത് വിചിത്രമായ ഒരു ബർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു ആശയം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അവരുടെ കൊച്ചുമകനോട് ദയ കാണിച്ചതിന് അവളോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ മൂൺ ഡേ വന്നിരിക്കുകയാണ്. ഹീറോ തനിയെ ഒരു ഇരുട്ടുള്ള റൂമിൽ അടച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ തന്നെ അവനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഹീറോയിൻ അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോകാൻ മാത്രമാണ് അവൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നത്. അവന് വാമ്പയറിനെ പോലെ പല്ലുകൾ വരെ മുളച്ചിട്ടുണ്ടായിരുന്നു. ആ വാതിൽ തുറക്കാനായി ഹീറോയിൻ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ കടിച്ച് രക്തം കുടിക്കാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അവൻ കുറച്ച് നോർമൽ ആവട്ടെ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഹീറോ കുറച്ച് രക്തം കുടിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ നോർമലായി വരുന്നുണ്ട്. അവൻ ഈ സമയത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവന്റെ ഈ നോർമൽ സ്റ്റേജ് മാറും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊക്കോളാൻ പറയുന്നു. എന്നാൽ അവള് പോവാതെ തന്നെ ആ കതവിന്റെ പൂട്ടൊക്കെ തകർത്ത് അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവളാവട്ടെ ഉടനടി തന്നെ ഹീറോയെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഹീറോയും ചെറുതായിട്ട് നോർമൽ ആവുന്നത് കൊണ്ട് തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രാത്രിയിൽ അവർ രണ്ടുപേരും ഇന്റിമേറ്റ് ആയി തന്നെ ഇരിക്കുന്നു. അടുത്ത ദിവസം ഹീറോയിനെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഹീറോ വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ അവളെ എന്തെങ്കിലും ചെയ്തിരുന്നാൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ. അതിനുശേഷം ഹീറോയിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോ ആവട്ടെ അവൻ കടിച്ചെടുത്തൊക്കെ മരുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ അമ്മ വന്ന് ഹീറോയിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവൾ കാണാനായി അങ്ങോട്ടേക്ക് പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹീറോ കോളേജിലെ ഒരു പയ്യനെ അടിച്ചതായിട്ട് പറഞ്ഞായിരുന്നല്ലോ, ആ സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഈ പയ്യന്റെ അച്ഛനായിരുന്നു നമ്മുടെ ഹീറോയുടെ അമ്മയും അതുപോലെ അച്ഛനും പിന്നെ അയാളുടെ സഹോദരനും പോയിരുന്ന ജെറ്റ് ഓടിച്ചിരുന്നത്. പൈലറ്റ് ആയിരുന്നു.
അവന്റെ ബർത്ത്ഡേയുടെ അന്നാണല്ലോ അവന്റെ അച്ഛനും അതുപോലെ മറ്റുള്ളവരും മരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന് ഹീറോ ഉത്തരവാദിയാന്ന് പറഞ്ഞ് ഹീറോ എടുത്ത് ഒരു പ്രശ്നത്തിന് വന്നിരിക്കുകയായിരുന്നു ആ യുവാവ്. എന്നാൽ അവരുടെ മരണത്തിന് താൻ കാരണക്കാരനല്ല എന്ന് ആ യുവാവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഹീറോ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാതെ പ്രശ്നത്തിന് തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന ഹീറോ ആ യുവാവിനെ അടിക്കുന്നു. ഈ വിഷയത്തിലാണ് ഹീറോയെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത്. ഈ വിവരങ്ങളെല്ലാം ഹീറോയിന്റെ അടുത്ത് പറയുന്നുമുണ്ട് ഹീറോ. അവന്റെ അച്ഛൻ മരിച്ചതിനോ അതുപോലെ തന്നെ മറ്റുള്ളവർ മരിച്ചതിനോ അവന് അതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അവള് ഒരുപാട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹീറോ കരുതിയിരുന്നത് അവളുടെ അമ്മ പണത്തിനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ കാണാൻ അവൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അമ്മയല്ലേ അവളെ, അമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് അവൾ പറയുന്നത് കൊണ്ട് തന്നെ അവൻ കുറച്ചു നേരത്തേക്ക് അവർക്ക് സംസാരിക്കാനായും അവിടെ നിന്ന് മാറുന്നുണ്ട്. അവളടുത്ത് പറയുന്നുണ്ട്, നിന്നെ എല്ലാവരും വളരെ സ്നേഹത്തോടും പരിഗണനയോടെയാണല്ലോ പെരുമാറുന്നത്. അത് മാത്രമല്ല ഹീറോ ഷെൻ ഫാമിലിയുടെ ഒരേ ഒരു അവകാശിയാണ്, അവന് നിന്നെ ഇഷ്ടവുമാണ്. ഇനി മുതൽ ഇതെല്ലാം നിന്റെ കൈപ്പിടിയിലാവുമെന്ന് അവർ പറയുന്നു. ഈ സമയത്ത് അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന്. നീ വളരെ സ്മാർട്ടാണല്ലോ, കാര്യത്തിലേക്ക് പെട്ടെന്ന് കടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ $1 മില്യൺ അവളെടുത്ത് ചോദിക്കുന്നു. അവള് തരാൻ പറ്റില്ല എന്ന് എടുത്തടിച്ച രീതിയിൽ പറയുമ്പോൾ തന്നെ അവര് പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊന്നും മറക്കണ്ട, നിന്നെ ഞാൻ ദത്തെടുത്തതാണ്. അത് മാത്രമല്ല ഞാൻ കാരണമാണ് നീ ഈ ഷെൻ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നിന്റെ ആ ബർത്ത് മാർക്ക് ഉണ്ടല്ലോ, അത് ഫേക്ക് ആണെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് അവള് വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. കാരണം ബർത്ത് മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഹീറോയുമായിട്ട് ഒരു രാത്രി സ്പെൻഡ് ചെയ്താൽ അയാളുടെ അസുഖങ്ങളെല്ലാം ഭേദമാവുമെന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അന്ന് സംഭവിച്ചത് തന്നെ. ഇപ്പോൾ തന്റെ ബർത്ത് മാർക്ക് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹീറോ അപകടത്തിലായിരിക്കുമെന്ന് അവൾ കരുതുന്നു. അവരിങ്ങനെ ഒരു ചതിവ് ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ അവരെ വീട്ടുതടങ്കലിലാക്കാൻ ബോഡി ഗാർഡ്സിനോട് ഏർപ്പാടാക്കുന്നു. അതിനുശേഷം അവളാവട്ടെ ഹീറോയുടെ അടുത്ത് ചെന്ന് നടന്ന സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്ന് അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവന്റെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലെങ്കിൽ പിന്നീട് അങ്ങനെ മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്ന്. ഇനി ആകെ 1 മാസമല്ലേ മാത്രമുള്ളൂ. അതുമാത്രമല്ല ഫുൾ മൂൺ രാത്രി കഴിയുകയും ചെയ്തല്ലോ. ബർത്ത് മാർക്കുള്ള പെൺകുട്ടിയെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഇനി എന്താണ് പ്രതിവിധി എന്ന് അറിയാനായിട്ട് അവരുടെ തന്നെ കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അവരെ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചെറിയ മീശ വെച്ചിരുന്ന ജോലിക്കാരനെയും പിന്നെ ഹീറോയിന്റെ അമ്മയെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവരെ 3 പേരെയും അവിടെ നിന്ന് കാണുവാനില്ലായിരുന്നു. ഹീറോയിന്റെ അമ്മയാവട്ടെ ജോലിക്കാരനും അതുപോലെ കുടുംബ ഡോക്ടറും കൂടി ചേർന്ന് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നു. അവരുടെ കുടുംബത്തിന് സർവ്വദ്രോഹവും ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നതെന്ന് കരുതി മുത്തശ്ശി ആകെ ദേഷ്യത്തിലാവുന്നുണ്ട്. ഹീറോ 1 മാസത്തിനുള്ളിൽ മരിക്കാൻ പോവുകയാണ്. ബർത്ത് മാർക്കില്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ടാണല്ലോ ഇന്റിമേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇനി ജീവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ആലോചിച്ച് ഹീറോയിൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അവള് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. അന്ന് അവരൊരുമിച്ച് ഒരു ക്ലിഫിൽ പോയായിരുന്നല്ലോ, അവിടേക്ക് പോകണമെന്നാണ് അവന്റെ ആഗ്രഹമെന്ന് അവൻ പറയുന്നു. ഒരു ദിവസം അവിടെ പോയി എൻജോയ് ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും വളരെ ഹാപ്പിയായി തന്നെ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അടുത്ത് ആദ്യം ഒരു പെൺകുട്ടി വന്ന് പ്രശ്നമുണ്ടാക്കിയായിരുന്നല്ലോ, അത് ഹീറോയുടെ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയായിരുന്നു, അതായത് അങ്കിളിന്റെ ഭാര്യ. എന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ കാരണം നീയാണെന്ന് പറഞ്ഞ് അവർ അലറി വിളിക്കുന്നുണ്ട്. ഇവരുടെ ഈ പ്രൈവറ്റ് ജെറ്റ് ആക്സിഡന്റ് ആയിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവന്റെ ഈ ആന്റി ഉണ്ടല്ലോ, അവരുടെ വിവാഹത്തിന് മുമ്പ് അവര് ആ കമ്പനി, അതായത് അവരുടെ സ്വന്തം പേരിലുണ്ടായിരുന്ന കമ്പനി അടച്ചു പൂട്ടാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഹീറോയുടെ ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന ആദ്യത്തെ മരുമകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലെ ജോലിയിലുണ്ടായിരുന്നവരൊക്കെ പ്രതിസന്ധിയിലാവുന്നു. അവർക്ക് 40 വർഷവും 50 വർഷമൊക്കെ ജോലി ചെയ്ത തൊഴിലാളികൾ ഓൾറെഡി അവിടെ ഉണ്ട്. മറ്റൊരു ജോലി അവർക്കായിട്ട് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞൊക്കെ അവർ ആ സ്ത്രീയോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരതൊന്നും കേൾക്കുകയുണ്ടായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാവട്ടെ പല ജോലിക്കാരും അവളെ ഉപദ്രവിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവളുടെ കുടുംബം നശിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. അവരായിരുന്നു ആ പ്രൈവറ്റ് ജെറ്റ് അന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഈ സത്യങ്ങളെല്ലാം ഹീറോ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. താനാണല്ലോ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമെന്ന് കരുതി ആ സ്ത്രീ ഒരുപാട് കരയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനു മുൻപേ ഈ വിവരങ്ങൾ തന്നോട് പറയാനതെന്നും അവർ അന്വേഷിക്കുന്നു. അവന്റെ അങ്കിളിനോട് ഈ ആന്റിക്ക് വല്ലാതെ സ്നേഹമായിരുന്നു. ചിലപ്പോൾ അവൻ മരിച്ചതിന് കാരണം താനാന്നറിയുമ്പോൾ ആ സ്ത്രീ അപ്പോൾ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഹീറോ ഈ സത്യം അന്നേ വെളിപ്പെടുത്താതിരുന്നത്.
ഈ സമയത്ത് അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഹീറോയെ അവർ ഒരുപാട് ശപിച്ചായിരുന്നല്ലോ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ അവൻ മരിച്ചു പോകാൻ പോവുകയാണ്. അതിനൊരു കാരണം അവളും കൂടെ ആയിരുന്നു, വേറൊന്നുമായിരുന്നില്ല. അന്ന് ഹീറോയുടെ വീട്ടിലുണ്ടായിരുന്ന ആ കുടുംബ ഡോക്ടറും അതുപോലെ തന്നെ ആ ജോലിക്കാരനും ഉണ്ടായിരുന്നല്ലോ. അവരെ കൂടെ ചേർന്ന് ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ ആസൂത്രണം ചെയ്തായിരുന്നു. അതില് ഈ സ്ത്രീക്കും ഒരു പങ്കുണ്ട്. ശരിക്കും ഹീറോയിന് ബർത്ത് മാർക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവള് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഹീറോയിനോട് അവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ. എന്നാൽ അവള് കേൾക്കാൻ അത് തയ്യാറായിരുന്നില്ലല്ലോ. ഇപ്പോൾ അത് മാത്രമല്ല, ഹീറോയിന്റെ കൂടെ ബർത്ത് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയിനും മരിച്ചു പോകുമെന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം താൻ മരിക്കുന്നതിനെ കുറിച്ച് താൻ ഒരിക്കലും ഓർത്ത് വിഷമിച്ചിരുന്നില്ല. എന്നാൽ ഹീറോയിൻ മരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് അവനത് സഹിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ ഹീറോയിനെയും കൊണ്ട് അവന്റെ സഹോദരനെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ കാലിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവൻ നന്നായി സുഖം പ്രാപിച്ചു വരികയായിരുന്നു. ഹീറോ ആവട്ടെ ഒരു സഹോദരനെ പോലെ തന്നെ അവനോട് പെരുമാറുന്നുണ്ട്. ഇനി മുതൽ നീ തനിയെ നടക്കണം, സൂക്ഷിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞ് അവനോട് ഉപദേശിക്കുന്നുണ്ട്. ഇതെന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവസാനമായി നിങ്ങൾ എന്നെ വന്ന് കാണാൻ പോകുന്നത് പോലെ തോന്നുമല്ലോ നിങ്ങൾ പറച്ചില കേട്ടിട്ട് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവനോട് എന്ത് പറയണോന്നറിയാതെ ഹീറോ വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തേക്ക് വരുന്നു. ഹീറോയിനാവട്ടെ ഇതൊക്കെ കേട്ട് പുറത്ത് നിന്ന് കരയുകയായിരുന്നു. ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല, നമ്മൾ മരിക്കാൻ പോകില്ല എന്നൊക്കെ. അതിനുശേഷം ഹീറോയുടെ അച്ഛനും അമ്മയും മരിച്ച സ്ഥലത്തേക്ക് ഹീറോയിനെ അവൻ കൊണ്ടുപോകുന്നു. അവൻ അവരുടെ ശവക്കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് ഇത് അവരുടെ മരുമകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അവർ മരിച്ച ദിവസം തന്നെയാണ് ഹീറോയുടെ ബർത്ത്ഡേ എന്നും അവൾ ഓർത്തെടുക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് കേക്ക് തയ്യാറാക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ ഹീറോയും വളരെ സന്തോഷത്തോടെ എന്നെ സമ്മതം അറിയിക്കുന്നു. കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ തന്നോടൊപ്പം വരണ്ട എന്നും താൻ ഒറ്റയ്ക്ക് തന്നെ അവന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടെത്തി കേക്ക് ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന വഴിക്ക് ഹീറോയിൻ ഒരു പെൺകുട്ടി ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അന്ന് ആ പെൺകുട്ടിയുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുമല്ലോ ഫസ്റ്റ് ഓപ്പണിംഗ് ദിവസം. അങ്ങനെ കൊടുത്തതാണ് അവൾക്കും ആ ജ്യൂസ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം തന്നെ ഹീറോയിനെ കൊണ്ട് അവരത് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഹീറോയിൻ അത് കുടിച്ചു നോക്കുന്നുണ്ട്. അത് ഉള്ളിലെത്തിയ ഉടനെ തന്നെ അവൾക്ക് ബോധക്ഷയം അനുഭവപ്പെട്ട് അവൾ താഴേക്ക് വീഴുന്നു. ഹീറോ അവിടെ രാത്രിയായിട്ടും അവൾ വീട്ടിലെത്തിയില്ലല്ലോ എന്ന് ആലോചിച്ച് പരിഭ്രാന്തിയിലായിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. ഹീറോയിനെ കോൾ ചെയ്തിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ വിളിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ കാണുമോ എന്ന് അന്വേഷിക്കുന്നു. എന്നിരുന്നാലും ഹീറോയുടെ ഹെൽത്ത് തന്നെ വളരെ മോശമാണ്. അത് മാത്രമല്ല അവൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് മരണം കാത്തു കിടക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയെ വെളിയിലേക്ക് വിടാൻ മുത്തശ്ശി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ബോഡി ഗാർഡ്സിനെ ഏർപ്പാടാക്കുന്നു. ഹീറോയിനെ കടത്തിക്കൊണ്ടുപോയത് ആ വീട്ടിലെ ജോലിക്കാരനും അതുപോലെ തന്നെ കുടുംബ ഡോക്ടറുമായിരുന്നു. അവളെ അന്വേഷിച്ച ഹീറോ അങ്ങോട്ടേക്ക് എത്തുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഹീറോയുടെ ഉള്ളിൽ ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹീറോയിനും ഹീറോയും ഒന്നായതുകൊണ്ട് തന്നെ അവളുടെ ബ്ലഡ് അവർക്ക് എന്തോ കാര്യത്തിന് ഉപകരിക്കും. എന്താണെന്ന് വ്യക്തമല്ല. അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഹീറോ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹീറോയെ അവർ പിടിച്ചുകൂടാന്ന് കരുതിക്കൊണ്ട് തന്നെ അവളുടെ ബ്ലഡ് ഏത് തരത്തിലും അവർക്ക് ഉപകാരപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അവളെ ഉടനടി തന്നെ ആ ബ്ലഡ് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. ഹീറോയെ അവിടെ നിന്ന് ജീവനോടെ വിട്ടാൽ അവർക്ക് ആ ബ്ലഡ് തിരികെ നൽകാമെന്ന് പറയുന്നു. എന്നാൽ ഇതിനോടകം തന്നെ ആ ജോലിക്കാരൻ അവളുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. അങ്ങനെ ഹീറോയ്ക്ക് തന്റെ തോക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഹീറോയെയും അവര് പിടിച്ചു കെട്ടുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ കുടുംബ ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ, ആ സ്ത്രീ ആവട്ടെ ഒരു ശക്തി ഹീറോയുടെ ദേഹത്തേക്ക് കടത്തി വിടുന്നുണ്ട്. അതിനുശേഷം ഹീറോയ്ക്ക് ദേഹത്ത് ഒരു പച്ച കളർ മാതിരിയൊക്കെ വരുമായിരുന്നല്ലോ, അങ്ങനെ ആവുന്നുണ്ട്. ഈ വീട്ടു ജോലിക്കാരനും അതുപോലെ തന്നെ കപടക്കാരിയായ കുടുംബ ഡോക്ടറും സഹോദരന്മാരാണ്. എന്നിരുന്നാലും ഹീറോയിൻ ആ കത്തി പിടിച്ചു വാങ്ങി ആ കുടുംബ ഡോക്ടർ എന്ന് പറയുന്ന സ്ത്രീയുടെ കഴുത്തിന് നേരെ വെക്കുന്നുണ്ട്. എന്താണ് ഹീറോയുടെ മേലേക്ക് കടത്തിവിട്ട് എന്ന് അവൾ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ നോർമലായിട്ട് വേണമെന്നല്ലായിരുന്നു ആഗ്രഹം, ഇപ്പോൾ അങ്ങനെ തന്നെ ആക്കി തരാമെന്ന് പറയുന്നു. അവളുടെ ശക്തി മൂലമാണ് ഹീറോയ്ക്ക് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു രോഗം, അതായത് വാമ്പിയറിനെ പോലെയൊക്കെ ആവുമായിരുന്നല്ലോ, അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ശക്തി അവൾ അയാളുടെ ദേഹത്ത് നിന്ന് വലിച്ചെടുക്കാൻ നോക്കുകയാണ്. ആ ജോലിക്കാരനാവട്ടെ ഒരു പെട്ടി കൊണ്ടുവന്ന് ഹീറോയുടെ അടുത്ത് വെച്ചിട്ട് ഹീറോയുടെ എനർജി എല്ലാം ആ പെട്ടിയിലുള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശരിക്കുമുള്ള കാരണം എന്തെന്ന് വെച്ചാൽ വർഷങ്ങളായി ഇവരുടെ ഫാമിലി തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല 300 വർഷങ്ങളായി ഇവരൊരു ഡീമോണിക് ബീസ്റ്റിനെ അവരുടെ ശരീരത്തിനുള്ളിൽ വളർത്തുന്നുണ്ടായിരുന്നു. ഈ ബീസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരൂ. അത് മാത്രമല്ല അത് അവരുടെ ശക്തി കൂട്ടുകയും അവരുടെ സമ്പന്നത വളർത്തുകയും ചെയ്യുന്നു. ഹീറോയുടെ ഉള്ളിലാണ് ഇപ്പോൾ ആ ബീസ്റ്റ് ഉള്ളത്. പക്ഷേ ഈ ബീസ്റ്റ് ഉള്ളിലുള്ള ആൾക്ക് 30 വയസ്സിൽ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല.
ഈ ബീസ്റ്റ് ഉള്ളിലിരിക്കുന്ന വ്യക്തി മരണപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയുണ്ട്, അവർക്കൊരു ബർത്ത് മാർക്കും കാണും. അതുകൊണ്ടാണ് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഹീറോയിനെ കണ്ടുപിടിച്ചത്. എന്നാൽ പതിയെയാണല്ലോ അവർക്ക് അവളല്ല ശരിക്കുമുള്ള പെൺകുട്ടി എന്ന് മനസ്സിലായത്. കാരണം അവൾക്ക് ബർത്ത് മാർക്ക് ഇല്ലായിരുന്നല്ലോ, അത് ഫേക്ക് ആയിരുന്നെന്ന് പിന്നീടാണല്ലോ തെളിഞ്ഞത്. ഇനി ഇവരിങ്ങനെ ചെയ്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ മാസ്റ്ററെ വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൊന്നുകളഞ്ഞു. അത് അയാൾ ഈ രക്തം കുടിച്ചത് കൊണ്ടായിരുന്നു. ഇങ്ങനെ ഷെൻ ഫാമിലിയിലും അസാധാരണമായ രക്തം കുടിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള ആരോ ആണ് ഇവരുടെ മാസ്റ്ററെ കൊന്നേന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ തലമൂപ്പന്മാർ ആരോ ചെയ്ത തെറ്റിന് ഹീറോ അതിന് പഴിവാങ്ങേണ്ട കാര്യമില്ലല്ലോ. മേ ബി ആ ബീസ്റ്റിന്റെ ശക്തി കൊണ്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം അവര് ഇപ്പൊ ഹീറോയോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് തോന്നുന്നു. ഹീറോയിനാവട്ടെ ഈ സമയത്ത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ പണത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അത് തന്നെയല്ല, ബീസ്റ്റ് ആരുടെ ശരീരത്തിലിരുന്നാലും അവർ 30 വയസ്സിന് കൂടുതൽ ജീവിക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു ബീസ്റ്റിനെ തട്ടിയെടുക്കാൻ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയെ കൊല്ലാനായി അയാൾ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ഹീറോയ്ക്ക് അന്വേഷിച്ചു നടന്ന ബർത്ത് മാർക്കുള്ള ശരിയായ പെൺകുട്ടി ഇനി അവൾ തന്നെ ആയിരിക്കുമോ എന്ന്. കാരണം ഹീറോയുടെ ഉള്ളിലുള്ള ബീസ്റ്റ് ഇതുവരെ പോയി കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബർത്ത് മാർക്കുള്ള യഥാർത്ഥ പെൺകുട്ടി ഹീറോയിൻ തന്നെ ആയിരിക്കണം. ഈ സമയത്ത് പോലീസൊക്കെ വന്ന് ഹീറോയിന്റെ അമ്മയും അതുപോലെ എല്ലാരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട് അവള് അവരുടെ യഥാർത്ഥ മകൾ തന്നെയാണെന്ന്. യഥാർത്ഥത്തിൽ അവൾക്ക് ബർത്ത് മാർക്ക് ഉള്ളത് അത് ഫേക്ക് അല്ല, യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഹീറോയിൻ ആവട്ടെ അവരുടെ ഭർത്താവിന്റെ കുഞ്ഞല്ലായിരുന്നു. ഒരു കാരണവശാൽ അയാൾ അത് കണ്ടുപിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ വളർത്താൻ ഏൽപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവര് ആ അനാഥാലയത്തിൽ നിന്ന് പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. ഹീറോയിനും ഒരുമിച്ചത് കൊണ്ട് തന്നെ അവന്റെ അസുഖം ഇതിനോടകം തന്നെ ഭേദമായെന്നും അവൻ നോർമലായെന്നും ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്. ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അവരുടെ കൂടെ ചേർന്ന് നിന്ന് ആ സ്ത്രീ അവരെ ചതിക്കുകയായിരുന്നെന്ന്. ബർത്ത് മാർക്കിന്റെ കാര്യം മനഃപൂർവ്വം തന്നെ അവരുടെ അമ്മ അവരോട് മറച്ചു വെക്കുകയായിരുന്നു. ഹീറോയിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമായിരുന്നു ഈ ബർത്ത് മാർക്കിന്റെ കാര്യം മറച്ചു വെച്ചിരുന്നത്. എന്നിരുന്നാലും അവളുടെ അമ്മ ഉൾപ്പെടെ എല്ലാരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ആ ഫാമിലിയെ ഇത്രയധികം ഒരു തരത്തിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞല്ലോ. അതിനുശേഷം ഹീറോ ആവട്ടെ ഹീറോയിനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതോടെ നമ്മുടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ ഡ്രാമയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.